അതായത് ഇന്ന് പിയയ്ക്ക് ഒരു ആഗ്രഹം ബ്രൗണി കഴിക്കണം എന്ന്. അപ്പൊ ഞാൻ നേരത്തെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ബ്രൗണി അല്ല, ഞാൻ കുറച്ച് ചെറിയ ചെറിയ കേക്കുകളൊക്കെ ബേക്ക് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അതിനുള്ള ടൈമും കിട്ടാറില്ല. പിന്നെ എന്റെ അവൻ ഇപ്പം വർക്കിംഗ് അല്ല, അപ്പൊ അതുകൊണ്ട് പിന്നെ അത് കൊടുത്തു, അത് കളഞ്ഞു. എന്റെ ഓവൻ, അതിന്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ അവൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് അതിനി പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടിച്ചിടിച്ച് ഇരുന്നായിരുന്നു. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി തന്നൂടേന്ന്. അപ്പൊ എന്റെ ഈഗോയെ ഹേർട്ട് ചെയ്ത സ്ഥിതിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു ബ്രൗണി ഉണ്ടാക്കി കൊടുക്കാന്ന്. വേഗം വാ. അപ്പം അതിന്റെ ഇടയ്ക്കൂടെ നമ്മുടെ ചോറ് ഇന്ന് റേഷനരി ചോറാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് വേഗം ആവുന്നതുകൊണ്ട് ഞാൻ തലേന്നൊന്നും വെക്കാൻ നിന്നില്ല. പെട്ടെന്ന് ഒരു മണിക്കൂറിന് മുന്നേ വെച്ചാൽ മതി. അപ്പൊ അതവിടെ നിങ്ങൾ തിളക്കട്ടെ, നമുക്ക് ഇവിടെ ബ്രൗണിയുടെ പണി നോക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു ബോൾ. ഇറ്റ്സ് എ ബോൾ. ഓക്കെ, ബോളിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? മുട്ട പൊട്ടിച്ച് വെക്കണം. നമുക്ക് 2 മുട്ട അല്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുട്ടയല്ല ചേട്ടാ. ആദ്യം നമ്മൾ ബട്ടർ എടുക്കണം. അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ട് അൺസോൾട്ടഡ് ബട്ടർ അങ്ങോട്ട് ഇട്ടു കൊടുക്കണം. അത്രയും വേണം. ക്രീമറി. അതിന് വേണ്ടിട്ട് നമുക്ക് ബട്ടർ എടുക്കണം. ബട്ടറിന്റെ അകത്തേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പൊ ഷുഗറിന്റെ ഒക്കെ ഒരു അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ്. നമ്മളിത് ഈ ഒരു ഇതിന്റെ അകത്ത് എടുക്കാം. നമുക്ക് ഈ ഒരു ബോളിന്റെ അകത്ത് നമുക്ക് ഷുഗർ എന്ന് പറഞ്ഞാൽ ചേട്ടാ, നമ്മൾ ഈ പായസം കേക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അധികം മധുരം വേണം, അല്ലെങ്കിൽ നമുക്ക് ആ പരിപാടിക്ക് നിൽക്കരുത്. അപ്പൊ ഞാൻ ഇതിൽ നമുക്ക് ഈ വൈറ്റ് ഷുഗർ അത്ര ഗുണമല്ലെന്നറിയാം. ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം. പക്ഷെ ബ്രൗൺ ഷുഗർ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ വൈറ്റ് ഷുഗർ തന്നെയാണ് എടുത്തത്. നന്നായിട്ട് നമ്മൾ ഷുഗറും ഈ ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നമുക്ക് ബീറ്ററും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെരി നൈസ് ആണ്. പക്ഷെ ഇല്ലല്ലോ, ഉള്ളത് വെച്ചാണെങ്കിൽ നമുക്ക് സാധാരണക്കാർക്കും ബ്രൗണി ഉണ്ടാക്കണമല്ലോ. അപ്പൊ യൂഷ്വലി ഞാൻ ബ്രൗണി ഉണ്ടാക്കാൻ ഇവിടെ ഞാൻ അങ്ങനെ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മളിവിടെ ഒരു ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് 2 ബേക്കേഴ്സ് ഉണ്ട്. അപ്പം എന്റെ ഫ്രണ്ട് ഹിബയുണ്ട്, ഷഹ്നയുണ്ട്. അപ്പൊ ഇവരിൽ 2 പേരിലും ആരുടെങ്കിലും ഞാൻ കേക്കൊക്കെ വേണമെങ്കിൽ അവരോടത്താണ് ഞാൻ ഓർഡർ കൊടുക്കാറ്. പക്ഷെ ഇപ്പം ബ്രൗണീസ് കൂടുതൽ ഞാൻ ഷഹ്നടുത്താണ് കൊടുക്കാറ്. അപ്പം നമ്മുടെ ഷഹ്ന ഇപ്പൊ ഇവിടെ ഇല്ല, ഒരു പുതിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം കുറച്ച് എവിടെയായിരുന്നു, തൊടുപുഴയല്ലേ? അല്ല, അത് കഴിഞ്ഞ് തൊടുപുഴയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ 3 മൂന്നാമത്തെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുക. അതായത് പിയുടെ ഫ്രണ്ടിന്റെ അമ്മയാണ്, അതെന്റെ ഫ്രണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഷഹനയോട് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ബ്രൗണീസ് ഷഹന തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ മെനക്കെടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല. പക്ഷെ ഇപ്പൊ ഷഹന ഇല്ലാത്ത സ്ഥിതിക്കും മോക്ക് ബ്രൗണി വേണമെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ചില സമയത്ത് ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. എപ്പോഴും നമ്മളിങ്ങനെ ഇതൊന്നും കഴിക്കാണ്ടിരിക്കുന്ന ആൾക്കാരല്ലല്ലോ. ഇടയ്ക്കൊക്കെ ക്രേവിങ്സ് വരുമ്പോൾ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇത് 2 പൗഡേർഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെൽറ്റ് ആവാൻ എളുപ്പമായിരുന്നു. പക്ഷെ 2 പൗഡേർഡ് അല്ലല്ലോ നമ്മളെടുത്തത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതാക്കി നോക്കാം. ഇതെന്താവുമെന്നൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, എന്നാലും ഞാൻ അങ്ങ് ഉണ്ടാക്കുകയാണ്. പറ്റുമെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ബട്ടർ ഇട്ട് കഴിഞ്ഞാലും പൗഡേർഡ് ഷുഗർ ആണെങ്കിലും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ നമുക്കിനി അടുത്തത് നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കാം. കൊക്കോ പൗഡർ നല്ല മണല്ലേ? ഓ, നല്ല മണമുണ്ട്. അത് വന്ന് കുത്തുന്നതിന് മുന്നേ ചത്തൊന്നും പറയണോ? നല്ലതാ, നല്ല മണമേ. നമുക്ക് ഇത്രയും കൊക്കോ പൗഡർ എടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ എടുത്തതിന്റെ ഒരു പകുതി കൊക്കോ പൗഡർ. ഓക്കെ, മിക്സ് ചെയ്യാം. പ്ലസ് നമുക്ക് ഈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അയ്യോ
എഗ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. 1 കാണാനൊക്കെ നല്ല രസമല്ലേ? ഇപ്പൊ മണം വരുന്നില്ലേ? കഴിക്കാനും ഉണ്ടായാൽ മതിയായിരുന്നു. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കറികളൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, എപ്പോഴും ഉണ്ടാക്കി ഒരു പരിചയം ഉണ്ടാവും. പക്ഷെ ഇത് കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ഇങ്ങനത്തെ ഒരു ബേക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ ഒരു ഇതില്ല. പക്ഷെ നോക്കട്ടെ, എന്തായാലും ഫൈനലി നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പറയാം. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയന്റ് എന്ത് ചേർക്കണം? മൈദ ചേർക്കാം. അപ്പം ഇവിടെയും ഓപ്ഷണൽ, വേണമെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കാം. ഞാനിവിടെ മൈദ തന്നെയാണ് ചേർക്കുന്നത്. അപ്പൊ അതെ, ഇത്രയും തന്നെ മൈദ. മിഴികളിൽ കുറുകുന്ന പ്രണയമാപ്രാവിന്റെ ചിറകുകൾ മെല്ലെ ഇടഞ്ഞതാവാം. മിഴികളിൽ കുറുകുന്ന പ്രണയമാപ്രാവിന്റെ ചിറകുകൾ മെല്ലെ ഇടഞ്ഞതാവാം. ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരും സ്വകാര്യം പറഞ്ഞതാവാം. പിന്നെയും പിന്നെയും വേണ്ട ഗൈസ്, ഞാൻ നിർത്തി ഗൈസ്. ദൈവമേ, നന്നായി വരുന്നേ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വാനില എസൻസ് വേണം. എന്റെ വാനില എസൻസ് തീർന്നു ഗൈസ്. മതിയല്ലോ ഇത്രയും വാനില എസൻസും. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ വേണം. ബേക്കിംഗ് സോഡ അല്ലല്ലോ, ബേക്കിംഗ് പൗഡർ. ഓക്കെ, ഇത്രയും മതി. അപ്പോൾ ഇതൊരു 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ, ഇത് കാലല്ലേ ഉള്ളൂ, 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് നമ്മുടെ കാഷ്നട്ട്സ് കുറച്ചിട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് മിക്സ് ചെയ്ത് കയറ്റാം. പിന്നെ നമുക്ക് ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അതിടാം, കാരണം ആ ഒരു മെൽറ്റഡ് ചോക്ലേറ്റ് ഇങ്ങനെ വരണ്ടേ അതിന് വേണ്ടിയിട്ട്. പക്ഷെ ചോക്കോ ചിപ്സ് നമുക്കില്ലല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡയറി മിൽക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡയറി മിൽക്ക് ധാരാളമാണ്. ഇതങ്ങോട്ട് തുറക്കാം. ഇതിങ്ങനെ ഒളിപ്പിച്ച് വെച്ച് കൊടുക്കുക ഉള്ളിലേക്ക്. പോരെ, ബാക്കി നമുക്ക് വെറുതെ കഴിക്കാം. ഓക്കെ, ഓൾ സെറ്റ് ആണ് നമ്മുടെ ബ്രൗണി ബാറ്റർ. ഇതൊരു മാജിക്. ഇത് നമുക്ക് സ്റ്റീമറാണ് കേട്ടോ, നല്ല അടിപൊളി സാധനമാണ്. ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഹുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിന്റെ അകത്തൊരു വെച്ച് കൊടുത്താൽ ഇതിങ്ങനെ താമര വിരിയുന്നത് പോലെ വിരിയും. ഹൗ നൈസ് അല്ലേ? അപ്പൊ അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ എടുത്തങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ദൈവമേ നിങ്ങൾ വിളിക്കുക.
ഇല്ല ഒരുക്കി പോകില്ല. ഇത് ക്ലിങ് ഫിലിം ആണ്, നമ്മുടെ മൈക്രോവേവ് സേഫ് ആണ്. ആ ക്ലിങ് ഫിലിം നമ്മൾ വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ താഴെ വെള്ളമാണല്ലോ വെച്ചത്. ഇതിപ്പോ ശരിക്കും അല്ലാണ്ട് നമ്മൾ ഈ ഉപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു മൈക്രോവേവ് സെറ്റപ്പിലാക്കിയിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിന്റെ അകത്ത് വെച്ച് ബേക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതല്ലാണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലിങ് ഫിലിം വെച്ച് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് കുക്കാവുകയും ചെയ്യും, ആ ചൂട് നന്നായിട്ട് നിൽക്കുകയും ചെയ്യും, നമുക്ക് പുറത്തെ വെള്ളം അകത്തേക്ക് തെറിക്കുകയില്ല. അപ്പൊ അതിനാണ് ആ സാധനം ഉള്ള സ്ഥിതിക്ക് ഞാൻ അതും കൂടെ ഒന്ന് വെച്ചു കേട്ടോ. അത്രയും. അപ്പൊ അടച്ചു വെച്ചേക്കാം. സെറ്റ്. അപ്പൊ ഗൈസ് ചെറുതായിട്ടൊന്ന് പണി പാളിയായിരുന്നു. പക്ഷെ നമ്മുടെ കേക്ക് ബ്രൗണി അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ കൺസിസ്റ്റൻസിയും എല്ലാ സാധനവും സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഏകദേശം 3/4 മണിക്കൂർ വെച്ചിട്ടും ബ്രൗണി നമ്മുടെ എന്താ പറയാ ആവിയിൽ വേവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ രണ്ടും കൽപ്പിച്ച് ആ ബ്രൗണീനെ എടുത്തോണ്ട് ബ്രൗണി എന്താണ് മിക്സ്ചറും എടുത്തോണ്ട് നമ്മൾ ഇവിടെ വന്നു. എവിടെ? അമ്മയുടെ അടുത്ത്. അമ്മയുടെ വീട്ടിലാണ് ഗൈസ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഒന്ന് കാണിച്ചോളൂ നമ്മുടെ വീട്. വളരെ മനോഹരമായ വീട്. അതെ. അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്ന് അമ്മയ്ക്ക് ഇവിടെ മൈക്രോവേവ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന് ബേക്കിംഗ് ഇല്ല, ജസ്റ്റ് ഹീറ്റിംഗ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് പഠിച്ച് അതിൻ്റെ അകത്ത് വെച്ച് സംഭവം സെറ്റാണ്. അപ്പോൾ അതെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ആവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വേവില്ല. പിന്നെ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടത് നമ്മൾ ഈ നല്ല അടികട്ടിയുള്ള പാത്രത്തിന്റെ അകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതിന്റെ മേളിൽ നമ്മളൊരു ഈ ഇതില്ലേ തിരികെയില്ലേ, അതായത് ചൂട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതൊക്കെ വെച്ച് അതിന്റെ മണ്ടിയിൽ വെച്ച് പിന്നെ ആ ഹോൾസ് ഒക്കെ അടച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ശരിയാവുമായിരിക്കും. പക്ഷെ എങ്കിലും നമ്മുടെ ഗ്യാസ് തീരുന്ന ഒരു പരിപാടിയാണ് ഗൈസ്. അതുകൊണ്ട് അത് എത്ര സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ആ പരീക്ഷണത്തിന് ഞാൻ നിന്നില്ല. അതിന് മുന്നേ തന്നെ ഞാനങ്ങ് അമ്മയുടെ അടുത്തേക്ക് വന്നു. അത് ബുദ്ധിപരമായ ഒരു തീരുമാനമായിരുന്നു. ആ അവനിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. സംഭവം റെഡിയാണ്. ഇനി നമുക്ക് ഇത്തിരി ഒന്ന് തണുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. എന്റെ ടെക്സ്ചർ കാണിക്കേ, ഞാനും ഒന്ന് കാണട്ടെ. ഇവിടെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നത് താഴെ പോയി. അവിടെ ഉണ്ട് ചോക്ലേറ്റ്. ഒന്നും ചെയ്യണ്ട. ആ ശരി, ഇനി അത് വെക്ക്. അവിടെ ഇരി അമ്മ, അവിടെ ഇരി. ഒരു പ്ലേറ്റിലിട്ട് പിയ. ഇങ്ങനെയാണോ പിയ ബ്രൗണി കഴിക്കണേ? മിക്സ് ഐസ്ക്രീം വിത്ത് ദാറ്റ്. അവള് മിക്സ് ചെയ്യില്ലേ? അത് അമ്മ മിക്സ് ചെയ്തു. ഇത്തിരി ഐസ്ക്രീം കൂടി ഇട്ടിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയും. കഴിക്കേ. വേണ്ട അമ്മായി. ഹലോ, ആക്ച്വലി അമ്മ ഒരു ചോക്ലേറ്റ് കേക്ക് ഫാൻ അല്ല. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ടല്ലേ അത് വിത്ത് ഐസ്ക്രീം കഴിക്കുമ്പോഴത്തേക്കും. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? എല്ലാം സോഫ്റ്റാണ്. അതിൽ ആവശ്യത്തിന് അയ്യോ നല്ലതല്ലേ? സൂപ്പർ. ഇതിനുണ്ട് പിയ. നല്ലതാ. ചേട്ടൻ കഴിച്ചോ? കഴിക്ക്. നന്നായിട്ടുണ്ട് മാമി. അയ്യോ അതെ, ഒരു യൂട്യൂബില് കണ്ടതാ. എന്ത് കഴിച്ചിട്ട് ഒരു കൊച്ചു മോൻ മാമി ഉണ്ടാക്കുന്നത്, എന്നിട്ട് പറയുന്ന കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും നന്നായിട്ടുണ്ട് മാമി, പച്ചമുളക് കൊണ്ട് ജ്യൂസ് അടിച്ചതാ മോളെ എന്നൊക്കെ പറയുന്നത്. എങ്ങനെയുണ്ട് എന്റെ ബ്രൗണി? പറയൂ. അമ്മ ഉള്ളിന്നാ പറയുന്നത്. പറയമ്മേ. വളരെ നന്നായിട്ടുണ്ട്. ഞാനിത് കഴിക്കുന്നതല്ലല്ലോ ചോക്ലേറ്റ് അല്ല ഇത്, പക്ഷെ വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ, പെർഫെക്റ്റ്ലി എല്ലാ കണ്ടന്റും കറക്റ്റ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് പ്രിയ. പിയ ഉള്ളിന്ന് തരട്ടെ. നല്ലത്. ഇഷ്ടപ്പെട്ട? അപ്പൊ പരാതി തീർന്ന അമ്മ ഉണ്ടാക്കി തന്നെ ചേട്ടാ പറയട്ടാ, നന്നായിട്ടില്ലേ? അപ്പൊ അതെ അമ്മ ബജ്ജി ഉണ്ടാക്കാണ് ഗൈസ്.
ഇവിടെ എല്ലാ സാധനങ്ങളും കേട്ടോ അമ്മയുടെ ഓരോന്നും വെറൈറ്റി സാധനങ്ങളാണ്. അമ്മ തന്നെ ഒരു വെറൈറ്റിയാണ് കണ്ടില്ലേ. അപ്പൊ അമ്മയുടെ ഹോം ടൂർ വേണമെങ്കിൽ പറയണേ, കാണിച്ചു തരാം. കാരണം ഇവിടെയാണ് കാണിക്കാനുള്ള കുറേ സാധനങ്ങൾ കണ്ടോ. കുറേ ആന്റിക് പീസസ് കൊണ്ട് നിറഞ്ഞ ഒരു വീടാണിത്. കണ്ടോ, ഇതൊക്കെ കുറേ വർഷങ്ങളായിട്ട് അമ്മയുടെ കയ്യിലുള്ള സ്റ്റോക്കാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടില് പണ്ട് ഉണ്ടായിരുന്നതുമാണ്. പിന്നെ കുറെ കളക്ഷൻസ് അമ്മ മാറടാ വാങ്ങിയതുമാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ആന്റിക് പീസസ് ഒക്കെ കാണുമ്പോ ഒക്കെ കളക്ട് ചെയ്ത് തരും. ഇത് നമ്മുടെ അച്ഛന്റെ ആണ്. അച്ഛൻ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പൊ അച്ഛന്റെ പാട്ടിന്റെ സെറ്റാണ്. അതെ, അത് കാസറ്റ്, നമ്മൾ സിഡിയും കാസറ്റും എല്ലാം പ്ലേ ആവുന്ന സാധനം. പക്ഷെ ഇതിപ്പോ വർക്കിംഗ് കണ്ടീഷനല്ല. പക്ഷെ എങ്കിലും അച്ഛന്റെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ വെച്ചേക്കാണ്. പിന്നെ റേഡിയോ ഉണ്ട്. ഇത് പഴയ റേഡിയോ ആണ് കേട്ടോ. പഴയ റേഡിയോ എന്ന് വെച്ചാൽ അപ്പനമ്മയൊക്കെ ഉള്ള സമയത്തുള്ള റേഡിയോ ആണ്. അതും ഇപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. അതും അമ്മ അത് ശരിയാക്കിയെടുത്തു. പിന്നെ അതിലും പാട്ട് കേൾക്കും. പിന്നെ നമ്മുടെ ഇത് കുറച്ച് പുതിയ റേഡിയോ, ന്യൂജൻ റേഡിയോ. നല്ല അടിപൊളി സെറ്റ് ഒക്കെ നല്ല വൃത്തിയായിട്ട് വെക്കുന്നില്ല. പിന്നെ അമ്മയുടെ പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കരമാണേ. ഇതുണ്ടോ, ഇവിടെ ജീരകമൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര വെയിലാണ്. ഇവിടെ കണ്ടോ, പുറത്തേക്ക് നല്ല രസമാണ് കാണാനായിട്ട്. ഭയങ്കര വ്യൂ ആണ്. അമ്മയുടെ കറിവേപ്പില, അമ്മയുടെ ശംഖുപുഷ്പം. അപ്പം ശംഖുപുഷ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളുടെ ജ്യേഷ്ഠത്തിൽ വരുമ്പോഴാണ് കേട്ടോ. ചേച്ചി കൂടെ വരുമ്പോഴത്തേക്കാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ എല്ലാരും കൂടെ വന്നിരിക്കും. എന്നിട്ട് പിന്നെ ഞങ്ങള് അടിച്ചുപൊളിയാണ് കുറെ. പിന്നെ ഇത് മാത്രല്ല, ഈ ക്രിസ്മസ്, ഓണം, ക്രിസ്മസിന്റെ ഈവ് ഉണ്ടല്ലോ, ഈ ന്യൂ ഇയർ ഈവിനൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ശരിക്കും ആ ഒരു വൈബ് കിട്ടുന്നത്. ചേട്ടന്റെ ചെറിയ കലാപരിപാടികളൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ ചേട്ടൻ പാട്ട്, ബഹളം, പിന്നെ ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ നല്ല രസമാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലുലു, പിന്നെ എല്ലായിടത്തെയും ഫെസ്റ്റിവൽസ്, ക്രാക്കേഴ്സ്, പിന്നെ ഈ നമ്മുടെ ഇതുണ്ടല്ലോ പൂത്തിരി കത്തുന്നതും എല്ലാം കാണാം നമുക്ക്. അപ്പൊ എല്ലായിടത്തും ഒരുമിച്ച് കുറെ ഇടത്തുനിന്ന് പടക്കം പൊട്ടലും ബഹളവും ഒക്കെയാണ്. നല്ലൊരു വൈബാണ് ഇവിടെ. അപ്പൊ ഞങ്ങള് അങ്ങനത്തെ ഈ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ അല്ലാണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ ഒരു ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും വൈകുന്നേരം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിറ്റേ ദിവസം പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരാറില്ല. വീക്കെൻഡ്സിലൊക്കെയാണ് ഇങ്ങോട്ട് വന്ന് കുറച്ച് വരും. എന്നാലും ഇവിടെ അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. ചായ കുടിച്ച് പോകും. ചേച്ചിയും കൂടെ വരുമ്പോഴത്തേക്ക്, ചേച്ചി വരുന്നുണ്ട് ഓണത്തിന്. അപ്പൊ ആ സമയത്ത് നമുക്ക് പൊളിക്കാം. അപ്പൊ കുറെ ഫാമിലി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ തൽക്കാലം അത്രയും നമുക്ക് എൻഡ് ചെയ്യാം. അടുത്ത ചേട്ടൻ കിടന്നോ? ഫ്ലാറ്റ് ആയോ? ചേട്ടൻ ബ്രൗണിയിലങ്ങ് അലിഞ്ഞു ചേർന്നു. അപ്പൊ ശരി, നമുക്ക് തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഒരു വ്ളോഗിൽ വീണ്ടും കാണാം. കുറച്ചുകൂടെ ഫാമിലി, പിന്നെ ഇങ്ങനത്തെ കുറച്ച് പുതിയ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ കാണിച്ചിട്ട്. ഞാൻ ഈ ക്യാമറ എങ്ങോട്ടൊക്കെയാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ ഇതിപ്പോ സെൽഫിയിൽ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ എടുക്കുന്നത്. അപ്പൊ അതിന്റെ എവിടേക്കോ ആണെന്ന് തോന്നുന്നു ഞാൻ നോക്കിയത്. എന്തായാലും സംഭവം ഇതാണ്. അപ്പൊ ബ്രൗണി എന്തായാലും എഫക്റ്റീവ് ആയി. അപ്പം മൈക്രോവേവിൽ വെക്കുന്നതായിരിക്കും സേഫ്. പിന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നല്ല അടികട്ടിയുള്ള പാത്രത്തിന്റെ അകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് സെറ്റപ്പ് ആക്കി, അവൻ സെറ്റപ്പ് ആക്കിയിട്ട് വെക്കുന്നത്. അല്ലാണ്ട് നമുക്ക് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ എന്താണെങ്കിലും ചിലത് എന്താ പറയാ ചെയ്യുമ്പോഴാണ് മറ്റേതിന് വളം എന്ന് പറയുന്നത് പോലെ. ഇത് ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് അമ്മയുടെ അവൻ ഞങ്ങൾ പ്രവർത്തനക്ഷമമാക്കിയത്. അതെ, അങ്ങനെ അതുകൊണ്ടാണ് അത് എങ്ങനെയാണെന്നുള്ളത്. അല്ലെങ്കിൽ ഞാനും പറയാൻ പറ്റും അമ്മ നോക്ക്, അവരോട് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കുന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ തന്നെ ഇന്ന് കണ്ടുപിടിച്ചു. എന്നിട്ടാണ് അമ്മയും അതിൽ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി ആളുടെ ഇത് എന്താണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന ആ ടെക്നീഷ്യന്റെ കാര്യങ്ങൾ ഇവരെ കൂടെ വിളിച്ചു ചോദിച്ചു. അങ്ങനെ എന്തായാലും അത് സെറ്റാക്കി. അപ്പൊ ഫൈനലി നമ്മുടെ ബ്രൗണി പൊളിച്ചു. അപ്പൊ ഇനി പുതിയ പുതിയ കേക്ക്സ് ഒക്കെ ബേക്ക് ചെയ്യാം. കാരണം പിക്ക് കേക്ക് കഴിക്കുന്ന ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. എനിക്ക് ഇഷ്ടമാട്ടോ കുക്കിംഗ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റു കുക്കിങ്ങിനെ കാട്ടി ഇങ്ങനത്തെ ബേക്കിംഗ് സാധനങ്ങളൊക്കെ പുറത്ത് വരുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മുടെ ബജ്ജിയും ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകും. അത്ര തന്നെ. അപ്പൊ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടു ദെൻ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണേട്ടാ? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ കമന്റ് ചെയ്യാം കേട്ടോ. ബ്രൗണി എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. സൂപ്പർ സാധനമാണ്. ഓക്കെ, ബൈ ഗൈസ്.